അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് നമ്മുടെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഇപ്പം ഇവിടെ എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ ആ എൻ നേരെ ഇപ്പുറത്തേക്ക് വരും. ഇവിടെ എന്താണോ പവർ അതിനേക്കാൾ ഒരു നമ്പർ നമ്മുടെ കുറയും. ഇതാണ് നമ്മുടെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5 ആണെന്ന് വെച്ചോ, ഈക്വൽ ടു 5 ഇൻറ്റു ഇപ്പുറം കിടക്കണം 5 നേരെ ഇപ്പുറത്തേക്ക് വന്നു ഇൻറ്റു എക്സ് റൈസ് ടു ഇവിടെ എൻ ആവുമ്പോൾ എൻ മൈനസ് വൺ അല്ലേ? അപ്പോൾ ഇവിടെ 5 ആവുമ്പോൾ എന്താണ് ഒരു നമ്പർ കുറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 4 അല്ലേ? അപ്പോൾ 4 വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 6 ആണെന്ന് വെച്ചോ, അപ്പോൾ ഈ 6 നേരെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എന്നാ വരും മക്കളെ? 6 വരും. എക്സ് റൈസ് ടു ഇവിടെ 6 ആണ്, ആ 6നേക്കാൾ 1 കുറഞ്ഞാൽ എത്രയാ? 5 വരും. അപ്പോൾ 6 ഇൻറ്റു എക്സ് റൈസ് ടു 5 വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 8 ആണെന്ന് വെച്ചോ, അപ്പോൾ 8 ഇൻറ്റു ഇതിപ്പുറത്തേക്ക് പോകുന്നു എക്സ് റൈസ് ടു ഒരു പവർ കുറയും 7 വരും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് സമയം പോക്കാണെന്നൊന്നും കരുതുകയേ ചെയ്യരുത്. കാരണം ഇങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ ഈ ഡെറിവേറ്റീവ് നല്ല ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ ഇവിടെയൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും പോലും ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 9 ആണെന്ന് വെച്ചോ, 9 ഇൻറ്റു എക്സ് റൈസ് ടു ഒരു പവർ കുറയും ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. എത്ര ഹയർ പവർ വന്നാലും അങ്ങനെ തന്നെ വന്നെ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 15, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 7, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 4, ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ, അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 81. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടേം ഓരോന്നും നമ്മൾ പഠിച്ചു പോകും. ദെൻ അടുത്ത നെക്സ്റ്റ് വൺ നോക്കുക. ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? സാധാ നാച്ചുറൽ നമ്പേഴ്സാണ്. ഈ നാച്ചുറൽ നമ്പർ അല്ലാതെ നമുക്ക് വരാം, നെഗറ്റീവ് നമ്പർ വരാം, പോസിറ്റീവ് നമ്പർ വരാം, ഫ്രാക്ഷൻ വരാം, ഡെസിമൽ വരാം, ഏത് വന്നാലും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ഇവിടെ വന്നെന്ന് നോക്കാം. എക്സ് റൈസ് ടു -6 ആണെന്ന് വെച്ചോ, അപ്പോൾ നെഗറ്റീവ് നമ്പർ വന്ന ആൻസർ എന്നാ വരും നോക്കിയേ, ഈ -6 ഇപ്പുറത്തേക്ക് വരും. എക്സ് റൈസ് ടു ഒരു നമ്പർ കുറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -7 വരും. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -6 ആണെങ്കിൽ -6 ഇപ്പുറത്തേക്ക് വന്നിട്ട് ഒരു പവർ കുറയുമ്പോൾ എക്സ് റൈസ് ടു -7 കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞേ എക്സ് റൈസ് ടു -7 എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു -7 ഇപ്പുറത്തേക്ക് വരും. എക്സ് റൈസ് ടു -7നേക്കാൾ 1 കുറഞ്ഞ ദാറ്റ് ഈസ് ഈക്വൽ ടു -8 വരും. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -5 എന്തായിരിക്കും? -5 ഇൻറ്റു എക്സ് റൈസ് ടു -5നേക്കാൾ 1 കുറഞ്ഞ എത്രയാ? -6 വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -8 ആണെന്ന് വെച്ചോ, എന്ത് വരും? ഈ -8 ഇപ്പുറത്തേക്ക് പോകും. എക്സ് റൈസ് ടു വരും. ഈ -8നേക്കാൾ 1 കുറഞ്ഞാൽ എന്ത് വരും? -9 വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ 2-3 എക്സാമ്പിൾ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. -3 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -4, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -8, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -13. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് ചെയ്യാൻ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് പഠിക്കും, അത് റീഡ് ചെയ്യും, പിന്നെ നമ്മൾ മറന്നു പോകത്തില്ല. പിന്നെ ഏത് പ്രോബ്ലം വന്നാലും ഡെറിവേറ്റീവ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.